ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാക്കുന്ന യൂസസ് പറയാം. ഇത് നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെ ഹെയർ ബാൻഡിനൊക്കെ ഫിക്സ് ചെയ്യാം, പിന്നെ ഏതെങ്കിലും ബാഗിനൊക്കെ ഫിക്സ് ചെയ്യാം, അല്ലെ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് വെക്കാം. അങ്ങനെ പല പല യൂസസ് ഉണ്ട് ഇതിന്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം സ്ലിപ്പ് നോട്ട് ഇടും. സ്ലിപ്പ് നോട്ട് ഇടാൻ അറിയാം. ഇനി സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം 5 സ്റ്റിച്ച് ചെയ്യും. സ്റ്റിച്ച് ചെയ്താൽ ഈ ഫസ്റ്റിലേക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. ഈ ഫസ്റ്റ് ഹോളില്ലേ അതിൻ്റെ ഉള്ളിലേക്കൂടെ എടുത്ത് ഈ യാനെ പുറത്തേക്ക് വലിച്ച് ഈ 5ാമത്തെ ചെയിൻ്റെ ഉള്ളിലേക്കൂടെ വലിച്ചാൽ സ്ലിപ്പ് നോട്ടായി കേട്ടോ. ഇതാണ് സ്ലിപ്പ് നോട്ട്. അപ്പോൾ ഇപ്പം നടുവിൽ നമുക്കൊരു ഹോള് കിട്ടും, ഉണ്ടാവും. ഈ നടുവിൽ കാണുന്ന ഹോള്, ഇതിൻ്റെ ഉള്ളിലേക്കാണ് ഇനി നമ്മൾ ബാക്കി പെറ്റൽസൊക്കെ ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പം നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3 ചെയിൻ ചെയ്യാം. 1 2 3 3 ചെയിൻ ചെയ്തേ. ഇനി ചെയിൻ ചെയ്തിട്ട് ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ട്രിപ്പിൾ ക്രോഷ്യക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ട്രിപ്പിൾ ക്രോഷ്യ ഇത് ചെയിൻ ചെയ്യാൻ അതൊന്നും അറിയില്ലെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽ സ്റ്റിച്ചസിനെ കുറിച്ച്. അതിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ സ്റ്റിച്ചിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടത് 3 ട്രിപ്പിൾ ക്രോഷ്യ. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യാൻ 2 പ്രാവശ്യം യാൻ ഓവർ ചെയ്ത് ഈ നടുവിലെ ഹോളിലേക്കൂടെ ഈ യാനെ പുറത്തോട്ട് വലിച്ചുകൊണ്ടെന്ന്. അപ്പോൾ നമ്മളതിൽ 4 സ്റ്റിച്ച് ഉണ്ടാവും. ഇതും കൂടി ആകുമ്പോൾ 5 ആവും. ഈ ഒന്നിനെ 2 ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് പിന്നെ ഈ യാൺ ഓവർ ചെയ്ത് ബാക്കി 2 ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് പിന്നെ ഒരു യാൺ ഓവറും കൂടെ ചെയ്ത് ഈ ഒന്നിൻ്റെ കൊണ്ടുവരും. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൾ ക്രോഷ്യ. ഇനി 2ാമത്തെ ട്രിപ്പിൾ ക്രോഷ്യക്ക് എഗെയിൻ യാൺ ഓവർ ചെയ്ത് ഈ നടുവിൽ ഇതിലേക്കൂടെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവന്ന് ഇതിനെ വീണ്ടും യാൻ ഓവർ ചെയ്ത് ഈ 2 ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് പിന്നെ വീണ്ടും യാൻ ഓവർ ചെയ്ത് ഈ 2 ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഇതിനെ ഒറ്റൊന്നാക്കി എടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ട്രിപ്പിൾ ക്രോഷ്യയായി. ഇനി ഒന്നും കൂടെ ചെയ്യണം. യാൻ ഓവർ ചെയ്ത് മിഡിലുള്ളിലിട്ട് പുറത്തേക്ക് എടുത്തുകൊണ്ടാണ് യാൻ ഓവർ ചെയ്ത് ഈ 2 ഉള്ളിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും യാൻ ഓവർ ചെയ്ത് 2 ഉള്ളിലെ കൊണ്ടുവന്ന് ഒറ്റൊന്നാക്കി. ഓക്കെ, സോ നമുക്കൊരു ഫസ്റ്റ് പെറ്റൽ കിട്ടി. കാണുന്നില്ലേ? ഇതാണ് ഫസ്റ്റ് പെറ്റൽ. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലെടുത്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇടും.
അപ്പോൾ ഫസ്റ്റ് പെറ്റലിൻ്റെ ഫുൾ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പെറ്റലാക്കാൻ സെയിം 3 ചെയിൻ ചെയ്യാം. രണ്ടോട്ട yarn over ചെയ്യാം. ഇതിൻ്റെ ഉള്ളിലെ എടുത്ത് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലെ കൊണ്ടുപോയി അടുത്ത രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലെ കൊണ്ടുപോയി ഒന്നാക്കി. ഇനി വീണ്ടും രണ്ടാമത്തേത് വീണ്ടും yarn over ചെയ്ത് ഉള്ളിലേക്കൂടെ പുറത്ത് കൊണ്ടുവന്ന് രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലെ കൊണ്ടുവന്ന് അടുത്ത രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലെ കൊണ്ടുവന്ന് ലാസ്റ്റ് വണ്ണിൽ കൊണ്ടു. ഇനി ഒന്നും കൂടി yarn over ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് വീണ്ടും രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിലെ കൊണ്ടുവന്ന് ഈ രണ്ടിൻ്റെ ഉള്ളിലെ കൊണ്ടുവന്ന് അപ്പോൾ 2 പെറ്റലായി. ഇതിന് സ്പേസ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊന്ന് അടുപ്പിച്ചു കൊടുക്കും. ബാക്കി ചെയ്യണം. ബാക്കി പെറ്റലിന് സ്ഥലം ആക്കാൻ വേണ്ടി ഇതിനെ കുറച്ച് അങ്ങോട്ട് ആക്കും. ഇനി വീണ്ടും 3 ചെയിൻ 1 2 3 3 ചെയിൻ ട്രിപ്പിൾ ക്രോഷേ ഏറ്റവും സിമ്പിളായി ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സിമ്പിൾ ക്രോഷ്യ. ഇപ്പം നമുക്ക് 3 എണ്ണമായി. ഇനി 2 എണ്ണം കൂടി ചെയ്താൽ ടാർഗറ്റ് കംപ്ലീറ്റ്. 1 രണ്ടോട്ട yarn over ചെയ്ത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ കൊണ്ടുവന്ന് ഇതിനാക്കി വീണ്ടും yarn over ചെയ്ത് ഇനി സ്ലിപ്പ് നോട്ട് ഇടാം. ഇനി ലാസ്റ്റ് ഒന്നും കൂടെ ചെയ്യാനുണ്ട്.
അതിന് വീണ്ടും 3 സ്റ്റിച്ച് ഇടുക, ട്രിപ്പിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ hope you like this video. Okay, bye.